പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ ഈ നിപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്തോ ഒരു പഞ്ചവത്സര പദ്ധതിയാണെന്ന്. എന്തായാലും നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുന്നേ, അല്ലെങ്കിൽ 3-4 എപ്പിസോഡുകൾക്ക് മുന്നേ, അല്ലെങ്കിൽ മൂന്നാല് ഭാഗങ്ങൾക്ക് മുന്നേ നമ്മളൊരു പ്രത്യേക സംഭവം, അല്ലെങ്കിൽ പ്രത്യേകത, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ളൊരു സംഭവം നമ്മൾ ഒപ്പിയെടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതൊരു പാറ പൊളിക്കുന്നതിനിടയിൽ, ഒരു മതിൽ പൊളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട നമ്മുടെ ഒരു അതിഥിയെ നമ്മുടെ ടീം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് ഒരു സംഭവമായിരുന്നു. ഇന്നും ഈ 3-4 ആഴ്ച കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾക്ക് വീണ്ടും ഒരു അനുഭവം കൂടി ഉണ്ടായി. കൊല്ലം ജില്ലയിൽ പത്തനാപുരം റേഞ്ചിൻ്റെ അടുത്ത് കുന്നിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പാമ്പിൻ്റെ കോൾ വരികയും ഞാൻ അവിടെ ആ പാമ്പ് അതിഥിയെ പോയി വെട്ടി പാറ പൊളിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അറിയുന്ന തൊട്ടടുത്ത് റോഡിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞങ്ങളവിടെ എത്തി. അവിടുത്തെ ഫോറസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം, അവിടുത്തെ ഡെപ്യൂട്ടി റേഞ്ചറുടെയൊക്കെ നിർദ്ദേശപ്രകാരം ആ അതിഥിയെ കളക്ട് ചെയ്തു ഞാനിങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. കാരണം നമുക്ക് അവിടെ വെച്ച് ആ രാത്രി 12:30 മണിയോടുകൂടി നമുക്ക് അവിടെ വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഒക്കാത്തതുകൊണ്ട് ഞാനതിനെ, ആ അതിഥിയെ ഒരു ചാക്കിലാക്കി വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ ലക്ഷ്യം, ആ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ 3-4 ആഴ്ചയ്ക്ക് മുന്നേ രക്ഷിച്ച അതേപോലെ ഇന്നും ഈ അതിഥിയെ രക്ഷിക്കാനുള്ളൊരു ശ്രമമാണ്. ഇതിപ്പോൾ ഒരു 48 മണിക്കൂറിലായി കഴിഞ്ഞു അപകടം ഉണ്ടായിട്ട്. ഒത്തിരി അന്നത്തെ പോലെ ഒരു ഈസി പണി ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ അന്നത്തെ പോലെ ഒരു എളുപ്പപ്പണി ആയിരിക്കത്തില്ല. അത് നമുക്ക് ഈ ഒരല്പം കഷ്ടപ്പെടേണ്ടി വരും. അന്നത്തേനേക്കാളും ഒത്തിരി ക്ലീൻ ചെയ്യാനും വലിയ മുറിവൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി പണിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ അതിഥിയെ ഒന്ന് പരിചയപ്പെടാം. 8 വയസ്സ് കഴിയും അദ്ദേഹത്തിൻ്റെ പ്രായം. 5 അടിയോളം നീളം ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹത്തിന് മിക്കവാറും നമ്മൾ അന്ന് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അന്ന് ചികിത്സിച്ച അതിഥിയെ പോലെയല്ല. അദ്ദേഹം നല്ല അഗ്രസീവാണ്, നല്ല ബൈറ്റിംഗ് ചാൻസ്, അല്ലെങ്കിൽ കടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അതിഥിയെ നമുക്ക് പുറത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ടീപ്പോയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് ടേബിളിൽ നമ്മൾ വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം നമുക്ക് കാണാം. എന്തായാലും നമ്മുടെ ഡ്രസ്സിങ് ടേബിളിൽ അല്ലെങ്കിൽ ഇതൊക്കെ വൃത്തിയാക്കുന്ന മേശപ്പുറത്ത് നമ്മൾ അദ്ദേഹത്തിനെ വെച്ച് കഴിഞ്ഞു. കാണാം നമുക്ക് അദ്ദേഹത്തിൻ്റെ മുറിവ് സാധാരണ അന്നത്തെ പോലെ അല്ല, ഇത്തിരി നല്ല ഊണ്ടാണ്. ഒത്തിരി പണിപ്പെടേണ്ടി വരും. പണിപ്പെട്ടാൽ തന്നെ ഇദ്ദേഹത്തിന്, എൻ്റെ അഭിപ്രായത്തിൽ, ഡ്രസ്സിങ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ അദ്ദേഹത്തിന് തുറന്നു വിടുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മൾ വീണ്ടും ഡ്രസ്സ് ചെയ്യാൻ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് പെയിൻ ഉണ്ടാവുകയും അദ്ദേഹം നമ്മളെ കാണുമ്പോൾ ബോഡി ഇങ്ങനെ ചെറുതാക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ആ മുറിവ് വലുതാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ അദ്ദേഹത്തിന് നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഇന്ന് തന്നെ നമ്മൾ അദ്ദേഹത്തിനെ പുറത്ത് വിടുന്നതായിരിക്കും. അദ്ദേഹത്തിന് നല്ല പെയിനുള്ളതാണ്, അപകടമാണ്. ഇന്നത്തെ സാധാരണ നിങ്ങളൊക്കെ നമ്മുടെ ഏത് ചാനലിലാണ് നമ്മൾ കാണുന്നത്, അതിഥികളെയൊക്കെ മയക്കിയതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ മയക്കാൻ നമുക്ക് അതിനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് മയക്കാതെ തന്നെ ഇദ്ദേഹത്തിന് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ കുറച്ച് ചെറുപ്പക്കാർ, നമ്മൾ അന്ന് ചെയ്തതിൽ 2-3 വ്യത്യാസമുണ്ടെന്ന് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മൾ അധികം വേദനിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിനെ രക്ഷിക്കുക നമ്മുടെ ലക്ഷ്യമാണ്. ഞങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ ഞങ്ങൾ PVC പൈപ്പിൽ അദ്ദേഹത്തിൻ്റെ തല ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ തല PVC പൈപ്പിനകത്ത് കയറ്റി ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമുക്ക് നോക്കാം നമ്മുടെ അതിഥിയുടെ തല ഒന്ന് പൈപ്പിലാക്കാനായിട്ട്. നമ്മൾ അന്നത്തെ പോലെയല്ല, നമ്മൾ ഇന്ന് വേറെ ഒരു ചെറിയ വ്യത്യാസം കൂടെ ഉണ്ട്. കാരണം അന്ന് നമ്മൾ ഇദ്ദേഹത്തിന് അഴുക്കൊന്നുമില്ലായിരുന്നു. ഇന്ന് നന്ന അഴുക്കുണ്ട്, ഇത്തിരി പഴുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പരമാവധി ഒന്ന് ഡ്രസ്സ് ചെയ്തതിന് ശേഷം ഇവിടെ ലോക്ക് ചെയ്യാൻ കഴിയും. നമ്മളെന്തായാലും നമ്മുടെ ഇന്നത്തെ സംഭവത്തിൻ്റെ 1-ാം ഘട്ടമാണ്. നമ്മൾ ഈ അന്നത്തെ പോലെ തന്നെ ബാൻഡ് ഇതിന് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തല വന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തിൻ്റെ തല ഒരു പൈപ്പിൽ കയറ്റി ലോക്ക് ചെയ്യുകയാണ്. ലോക്ക് ചെയ്ത് നന്നായിട്ട് അത് ലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇല്ലെങ്കിൽ അത് അപകടമാണ്. നമ്മുടെ
നമ്മൾ മയക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്കത് അപകടമാണ്. പരിപാടിയുടെ ഒന്നാമത്തെ ഘട്ടം പൂർണ്ണമായി. രണ്ടാമത്തെ ഘട്ടം നമ്മൾ അദ്ദേഹത്തിൻ്റെ ശരീരം പുറത്തേക്ക് ഇറങ്ങി വരാതെ ഈ ഭാഗം നമ്മൾ ബാൻഡ് ചെയ്യുകയാണ്. നന്നായിട്ട് പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സംരംഭം പൂർണ്ണമാക്കാൻ വേണ്ടി. ഇന്നത്തെ ഈ ആദ്യത്തെ പദ്ധതി നമ്മുടെ പൂർണ്ണമായി. പക്ഷേ എന്നാലും ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സുഹൃത്തുക്കൾക്ക് അപകടം ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയ പരിപാടികളുണ്ട്. ഇവിടെ കഴിൻ്റെ പരമാവധി അത് ബ്ലോക്ക് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു ഹോള് നമ്മളിവിടെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയൊരു ഹോൾ കൂടി കൊടുത്തിട്ടാണ് ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ ശ്വാസം മുട്ടത്തില്ലെന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും പ്രേക്ഷകരുടെ ആ ഒരു സംശയം നമ്മൾ ദൂരീകരിച്ചു. നമ്മൾ പിടിച്ചോളാം, ഇങ്ങനെ പിടിച്ചോളാം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ശകലം കൂടെ അങ്ങോട്ട് നീങ്ങി പിടിച്ചോളാം കേട്ടോ. ഗ്യാപ്പില്ല കേട്ടോ. അങ്ങനെ പിടിച്ചോളാം കേട്ടോ, വിടരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പദ്ധതിയുടെ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു, രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞു. മൂന്നാമത്തെ ഘട്ടം ഇനി ഇദ്ദേഹത്തിൻ്റെ ശരീരം പൂർണ്ണമായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്തായാലും ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം ഒന്ന് വൃത്തിയാക്കുന്നു. നമ്മളിനി അടുത്തതായി ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ മുറിവ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ ട്രിപ്പ് ഒഴിച്ചതിനെ ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യുമ്പോൾ ഇത്തിരി സ്മെല്ലുണ്ട്. കാരണം 48 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് ഇത്തിരി സ്മെല്ലുണ്ട്. അത് മാത്രമല്ല വയറ് വീർത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഭക്ഷണം കിടപ്പുണ്ട്. അതാണ് ഈ വയറിങ്ങനെ വീർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിവിൻ്റെ പരമാവധി അത് നമുക്ക് വൃത്തിയാക്കി അദ്ദേഹത്തിന് നമുക്ക് അധികം വേദനിപ്പിക്കാനും കഴിയില്ല, എന്നാൽ നമുക്ക് വൃത്തിയാക്കാതിരിക്കാനും കഴിയില്ല. നമുക്ക് എന്തായാലും അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നല്ല പെയിൻഫുൾ, നല്ല വേദനയാണ് അദ്ദേഹത്തിന്. നമുക്ക് കഴിവിൻ്റെ പരമാവധി നമുക്ക് കാണാം. അന്നത്തെ പോലെയല്ല ആ വയറിൻ്റെ കുടലിൻ്റെ ഭാഗമൊക്കെ ഉയർത്തിരിക്കുന്നത്. കാരണം ഇത് ഭക്ഷണമാണ്. അപ്പോൾ ഈ ഭക്ഷണം നമുക്ക് ഒരിക്കലും കീറിയെടുത്ത് കളയാൻ കഴിയില്ല. കാരണം ഭക്ഷണം എടുത്ത് കളയുക എന്നാൽ അസാധ്യമാണ്. കാരണം അത് പിന്നെ അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. നമ്മൾ ആ ഒരു സാഹസത്തിന് നമ്മൾ മുതിരുന്നത്. അപ്പോൾ ബാക്കി നമ്മളിപ്പോൾ നന്നായിട്ട് ബാൻഡ് ചെയ്ത് അദ്ദേഹത്തിനെ ഇപ്പോൾ തുന്നിക്കെട്ടാനൊന്നും കഴിയില്ല. തുന്നിക്കെട്ടിയാൽ വീണ്ടും ഈ ഭക്ഷണം അഴുകും തോറും ആ തുന്നൽ വിട്ടുപോകും. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സംരംഭം മാറ്റി വെച്ചിട്ട് കഴിവിൻ്റെ പരമാവധി നമ്മൾ അദ്ദേഹത്തിനെ അല്ലാതെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നാം ഇത്രയും വലിയ മുറിവാകുമ്പോൾ തൊലി പിടിച്ച് വെച്ച് സ്റ്റിച്ച് ഇടേണ്ടത്. പക്ഷേ സ്റ്റിച്ച് ഇടാൻ പറ്റിയൊരു തൊലിയാണ്. തൊലി നമുക്ക് വെച്ച് നമ്മുടെ ശരീരത്തിലെ മറ്റ് ആനിമൽസിൻ്റെ മറ്റ് മൃഗങ്ങളുടെ ശരീരത്തിൽ തൊലി പിടിച്ച് വെച്ച് കൂട്ടി തക്കും പോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ ബോഡി വികസിപ്പിച്ച് എയർ ബ്രീത്ത് ചെയ്യുന്നതുകൊണ്ടും വായിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്ന ശരീരത്തിൻ്റെ ഈ ഇതുവരെ വാലിൻ്റെ ഏകദേശം 10 ഇഞ്ച് മേട് വരെ ആ ബ്രീത്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ബോഡി വലിയുകയും സ്റ്റിച്ച് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ അത് വീണ്ടും അപകടത്തിലേക്ക് പോകും അവരുടെ ജീവൻ അപകടത്തിലേക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു സാഹസം നമ്മൾ മുതിരുന്നില്ല. നമ്മൾ കഴിവിൻ്റെ പരമാവധി അതിൻ്റെ മുറിവ് ക്ലീൻ ചെയ്ത് ആ തൊലി തിരിച്ച് പിടിച്ച് കുറച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ മരുന്ന് വെച്ച് ബാൻഡ് ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ അത് മാത്രമേ അങ്ങനെ മാത്രമേ ഇദ്ദേഹത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയൂ. നമുക്ക് അതുമാത്രം നമ്മൾ ഇന്ന് തന്നെ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ അദ്ദേഹത്തിനെ കാട്ടിലേക്ക് വിടുകയാണ്. കാരണം ഇദ്ദേഹത്തിന് ഇന്ന് വെക്കുന്നത് അപകടം. ഇദ്ദേഹം ഈ മുറിവോട് കൂടി ഏതെങ്കിലും മാളത്തിൽ കയറി ഇരുന്ന് റെസ്റ്റ് എടുത്താൽ മാത്രമേ ഇനി മുറിവ് ഹീലാവും. നമ്മളിപ്പോൾ ബാൻഡ് ചെയ്യുന്ന സാധനം അടുത്തൊരു 10-12 ദിവസം കഴിയുമ്പോൾ ചട്ട പൊഴിക്കുമ്പോൾ അതങ്ങ് ഇളകി പോകും, അല്ലെങ്കിൽ ഊരി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സംരംഭത്തിൻ്റെ 2-3 ഘട്ടങ്ങൾ കഴിഞ്ഞു. 4ാമത്തെ ഘട്ടം നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ മുറിവ് ക്ലീൻ ചെയ്യുകയാണ്. നമ്മുടെ ബിറ്റാഡിൻ ഉപയോഗിച്ച് നമ്മൾ ആ മുറിവ് ഏതായാലും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത്രയും വീക്കം കാണുന്നത് ഭക്ഷണം എലിയോ മറ്റോ വയറ്റിൽ കിടക്കുകയാണ്. അതാണ് ഈ വീക്കം ഇങ്ങനെ വീങ്ങിയിരിക്കുന്നത്. അത് ഡൈജസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ ആ വീക്കത്തിന് കുറവുണ്ടാവും. ആ വീക്കം കുറഞ്ഞാൽ മാത്രമേ ഹീലാവും. അപ്പോൾ 2 മാസമെങ്കിലും വേണ്ടി വരും ഇദ്ദേഹത്തിൻ്റെ മുറിവ് ഹീലാവാനായിട്ട്. നമ്മളെന്തായാലും അതുവരെ കാക്കുന്നില്ല. നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ ഈ ദൗത്യം കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ ഈ ടെസ്റ്റിങ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ
ഇദ്ദേഹത്തിന് ഇന്ന് തന്നെ വിടുകയാണ്. ബിറ്റാഡിൻ കൊണ്ട് നമ്മൾ മുറിവൊക്കെ ക്ലീൻ ചെയ്തു. ഇനി അതിനെ ഒന്ന് നന്നായിട്ട് ഒപ്പിയെടുത്തതിന് ശേഷം, ഈർപ്പം ഒപ്പിയെടുത്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഘട്ടം ഇദ്ദേഹത്തിൻ്റെ മുറിവ് കരിയാനുള്ള ഓയിൽമെൻറ്റ്, ബിറ്റാഡിൻ ഓയിൽമെൻറ്റ്. നമ്മൾ ബിറ്റാഡിൻ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ഇത് ചെയ്തുവെങ്കിലും, ക്ലീൻ ചെയ്തുവെങ്കിലും, ഇനി ബിറ്റാഡിൻ ഓയിൽമെൻറ്റാണ് ഇത്. സാധാരണ നമുക്ക് ആണുങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്കത് ഇവിടെ ദേഹത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് വേറെ അപകടമൊന്നും ഉണ്ടാവില്ല. കെമിക്കലിൻ്റെ കണ്ടൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അപകടം ഇവർക്കുണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ 5ാമത്തെ ഘട്ടം കഴിഞ്ഞു. നമ്മൾ കഴിവിൻ്റെ പരമാവധി അദ്ദേഹത്തിനെ വേദനിപ്പിക്കാതെ നമ്മൾ മുറിവിൽ മരുന്നൊക്കെ അപ്ലൈ ചെയ്തു.